ഹായ്. നമുക്കിപ്പം ആദ്യമായിട്ടൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ്, അതായത് ഇപ്പം +2 കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതാണ്, 18 വയസ്സൊക്കെ ആയി, നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൽ ചിലപ്പം കുറേ പേരുണ്ടാവും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടും തീരെ ഓക്കെ ആവുന്നില്ല. ടെലികോളിങ്ങിലായാലും അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിലായാലും ഏതൊരു പോസ്റ്റിലാണെങ്കിലും ഒരു 5-6 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, ഒന്നും ശരിയാവുന്നില്ല, ഒക്കെ റിജക്റ്റ് ആവാണ്. അതുപോലെ തന്നെയുള്ളൊരു ടീമാണ് നമ്മളൊരു കരിയർ ഗ്യാപ്പ് വന്നവർ. ഇപ്പം നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം അക്കൗണ്ട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇതേപോലെ ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാരണമൊക്കെ നമ്മൾ കുറച്ച് വർഷം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടണമെന്നില്ല. അപ്പം ഈ രണ്ട് പ്രശ്നത്തിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് ഫസ്റ്റ് ആയിട്ട് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അത്യാവശ്യം അറിയില്ല എന്തൊക്കെയാണ്, മീൻസ് ഒരു കമ്പനി നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയില്ല. അതിനുള്ള ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നില്ലല്ലോ, അപ്പം അതൊന്നും അറിയില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു കരിയർ ഗ്യാപ്പ് വന്നവർക്കും. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം നഷ്ടമായിട്ടുണ്ടാകും. വീട്ടിലിരുന്നിട്ടൊക്കെ തീരെ നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുന്നില്ല, ഒരു വർക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ പരിചയം, അതേപോലെ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് രീതി, ഇതൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഈ റീസൺ കൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള ആളുകളും കൂടുതലായിട്ട് റിജക്റ്റ് ആവുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ജോലി അത്യാവശ്യമാണ്, പേയ്മെൻറ്റിന് അത്യാവശ്യമാണ്, പക്ഷെ നമ്മൾ അതുകൊണ്ടായിരിക്കും ഇത്രയും ഏജ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ജോബ് നോക്കുന്നത്. തുടർന്ന് പഠിക്കാതെ ജോബ് നോക്കുന്ന കുട്ടികളുടെ മെയിൻ റീസൺസ് എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക പ്രശ്നമായിരിക്കും. അതേപോലെ ഈ കരിയർ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ജോബിന് കയറുന്നതും സാമ്പത്തിക പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ടൊരു ജോലി നേടിയെടുക്കുക, ഇതാണ് മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്ത ആളുകളുണ്ടാവും. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തവരുണ്ടാവും. എങ്ങനെയാണ് ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുക, ഇതൊന്നും അറിയാത്തവരുണ്ടാവും. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്മിൻ കോഴ്സാണ് കരിയർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണ്, ഇതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞ 2 രീതിയിലുള്ള ആളുകളെയാണ്. അപ്പം അവർക്ക് ഈ ഒരു കോഴ്സ് 2 മാസത്തെ കോഴ്സാണ്. അപ്പം നമ്മളൊരു ജോലിക്ക് കയറിയിട്ട് അത്യാവശ്യം, അതായത് സ്റ്റാർട്ടിങ്ങിൽ റിജക്റ്റ് ആവാതെ പെട്ടെന്നൊരു ജോലിക്ക് കയറാനും അത്യാവശ്യം സാലറി വാങ്ങിച്ചെടുക്കാനാണല്ലോ എല്ലാവരും നോക്കുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരമായിട്ടുള്ളൊരു കോഴ്സാണ് ഇത്. ഇതിൽ നമ്മൾ 2 മാസത്തെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2 മാസം കൊണ്ട് നമുക്ക് വേണ്ട സ്കിൽസ്, അതായത് ഇൻ്റർവ്യൂ സ്കിൽസ് എന്തൊക്കെയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പ് പോയിരിക്കുമ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ തന്നെ നമുക്കതിലൊരു 50% ഓക്കെ ആയിരിക്കും. ബാക്കിയെല്ലാം നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. അപ്പം മെയിനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ് ആദ്യം. ഒട്ടുമിക്ക ഫ്രഷേഴ്സിനൊക്കെ തീരെ ഇല്ലാത്തൊരു കാര്യമാണിത്. കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിന് വേണ്ട സ്കിൽസ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പം നമുക്ക് ഏതൊരു വേക്കൻസിക്ക് പോയാലും, ഈവൻ സെയിൽസ് ആണെങ്കിൽ പോലും ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ അറിയണം. ഇപ്പം ഈ ഒരു കാലത്ത് കമ്പ്യൂട്ടർ അറിയാതെ ആളുകളെ ജോലിക്ക് എടുക്കുക എന്നുള്ളത് അത് അത്രയും കുറഞ്ഞ, മീൻസ് ഈ ഹോട്ടലുകളിലൊക്കെ വെയിറ്റർ അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു നോളജ് വേണ്ട. പക്ഷെ നമ്മളെപ്പോലെ ഒരു ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ടെലികോളിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ BD ആയിക്കോട്ടെ, ഏതൊരു പോസ്റ്റിൽ പോകുന്നവർക്കും ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം അതും നമ്മളിതിൽ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് കമ്പ്യൂട്ടർ നോളജ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ നമുക്കത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുക്കാം, നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായി എടുക്കാം എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട്സിലെ എല്ലാ സെക്ഷനും അല്ല, നമുക്ക് വേണ്ട ഒരു ബേസിക് അക്കൗണ്ട്സ്. ഒരു ബില്ലിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് നോളജ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു 2 മാസത്തെ കോഴ്സിൽ ഇതിൽ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫ്രീ പ്ലേസ്മെൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു 2 മാസം കൊണ്ട് എല്ലാ രീതിയിലും അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സ്കിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് നമ്മൾ ഫ്രീ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത്
അവരുടെ സ്ഥലം എവിടെയാണ്, ഇപ്പം എറണാകുളത്തുള്ളവരായിക്കോട്ടെ, മലപ്പുറം ഉള്ളവരായിക്കോട്ടെ, കോഴിക്കോടുള്ളവരായിക്കോട്ടെ, ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ട സ്ഥലത്ത് ജോബ് അസിസ്റ്റന്റ് നമ്മൾ നൽകുന്നുണ്ട്. നമ്മളൊരു പ്ലേസ്മെന്റ് സർവീസ് ആണ്. അപ്പം നോർമലി നമുക്ക് വരുന്ന കാൻഡിഡേറ്റ്സിന് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഗ്രോസ് സാലറിയുടെ 40% സർവീസ് ചാർജ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മളിപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് എടുത്തിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ സർവീസ് ചാർജ് ഒന്നും വാങ്ങിക്കുന്നില്ല, ഫ്രീ പ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളൊരു കൺസൾട്ടൻസി ത്രൂ ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസൾട്ടൻസിക്ക് 40% 50% ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് ഫീ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ഒരു പേയ്മെന്റ് വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം, അതോടൊപ്പം ഫ്രീ ആയിട്ട് പ്ലേസ്മെന്റും കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബെനിഫിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുന്നവർക്ക് ഉള്ളത്. പിന്നെ ഇതിന്റെ ഫീസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഫീസ് 2 മാസത്തെ കോഴ്സാണ്. അപ്പോൾ ഫീസ് വരുന്നത് 19K ആണ്, 19,000 ആണ്. പക്ഷേ ഫസ്റ്റത്തെ 30 അഡ്മിഷന് നമ്മൾ 50% ഓഫർ കൊടുക്കുന്നുണ്ട്. അത് 9,500 എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 9,500 നിങ്ങൾ ഒറ്റ തവണയായിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് 3 ടേം ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടേമിൽ നമുക്ക് 4,000, സെക്കൻഡ് 4,000, തേർഡിൽ 1,500 ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 850 നമുക്ക് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു 850 അഡ്മിഷൻ ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഈ 30 അഡ്മിഷന് ശേഷം നമ്മൾ ഫുൾ പേയ്മെന്റ് ആയിരിക്കും, നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം 850 അടയ്ക്കുക, എന്നിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. സോ നിങ്ങൾ ബാലൻസ് ആയിട്ട് ഈ ഒരു 50% ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പല തിരക്കുകൾ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കിത് റെക്കോർഡിക്കൽ ക്ലാസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ റെക്കോർഡിക്കൽ ക്ലാസ് ഉണ്ട്. സോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതും അതോടൊപ്പം ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ നമുക്കിപ്പം ഇതിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമുക്ക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്തവരൊന്നുമല്ല, നമുക്ക് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് നമ്മൾ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിൻ പോസ്റ്റിലോട്ടൊക്കെയാണ് നോക്കുന്നത്. നമുക്ക് ആ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ, ഹൈ എക്സ്പീരിയൻസ് ഉള്ളവരും നല്ല നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെയാണ്, നല്ല നോളജ് ഉള്ളവരാണ് ഇതിന് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് അതോടൊപ്പം തന്നെ ഈ ലൈവ് ഇൻട്രാക്ട് സെക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് HR, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ HR ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇൻ്റർവ്യൂ മെയിനായിട്ട് നമ്മളൊരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിന് പോയാൽ HR ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള HR-മാരുടെ ക്ലാസ്സസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഡയറക്റ്റ് ഒരു HR-നെ മീറ്റ് ചെയ്യുമ്പം അതെങ്ങനെ അവരെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇവർ ക്ലാസ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യവും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തോളൂ. താങ്ക്